പ്രത്യേകിച്ചും ഇന്ദ്രാ സാനി ജഡ്ജ്മെന്റുമായി അല്ലെങ്കിൽ ഇന്ദ്രാ ഷോണി ജഡ്ജുമായുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്രയിലെ മറാത്ത വിഭാഗത്തിന് റിസർവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിയമം, അത് ജുഡീഷ്യൽ കടന്നില്ല എന്ന് പറഞ്ഞു വന്ന ഒരു വാർത്തയാണ്. പ്രധാനമായിട്ട് നമ്മൾ ഇന്ദ്രാ ഷോണി ജഡ്ജ്മെന്റ്, പ്രത്യേകിച്ച് റിസർവേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആണ് ഇത് എന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പൊ എന്താണ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മഹാരാഷ്ട്രയിലെ മറാത്ത വിഭാഗത്തിന് റിസർവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ശ്രമങ്ങളെല്ലാം നള്ളിഫൈ ചെയ്യുന്ന രീതിയിലാണ് ജുഡീഷ്യറിയുടെ ഇന്റർവെൻഷൻ വരുന്നത്. കാരണം ജുഡീഷ്യറി ഇങ്ങനെ ഇടപെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് കാരണമാണ് ഇന്ദ്രാ ഷോണി ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഇന്ദ്രാ സാനി ജഡ്ജ്മെന്റ് 1992 എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് വിളിക്കുന്നത്. കാരണം OBC റിസർവേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് വരുന്നതായിട്ടുള്ളത്. അപ്പൊ അതിലെ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു അഫർമേറ്റീവ് ആക്ഷൻ ആണ്. പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ നൽകുന്നതിന് വേണ്ടി, അവർക്ക് സമൂഹത്തിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്മീഷൻ 27% റിസർവേഷൻ ആണ് OBC കാറ്റഗറിക്ക് അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് സുപ്രീം കോടതി 27% റിസർവേഷൻ നൽകാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും, നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ അതർ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആൾക്കാർക്കും ഇതിന്റെ എലിജിബിലിറ്റി ഇല്ല. അതിലെ ക്രീം ലെയറിനെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ക്രീം ലെയർ, അതായത് അതിന്റെ ഈ ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിൽ തന്നെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി റിസർവേഷൻ OBC നോൺ ക്രിമി ലെയർ, OBC NCLന് മാത്രമാണ് ഇപ്പോൾ റിസർവേഷൻ ലഭിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കാം, OBC കാറ്റഗറിയിലെ. അതുപോലെ തന്നെ ബാക്ക്വേർഡ്നെസ്സിന് വേണ്ടിയിട്ട് കാസ്റ്റുകൾ ഏതൊക്കെയാണ്, ആ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റുകൾ എന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് മാക്സിമം 50% മാത്രമേ റിസർവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ റിസർവേഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ 50% അധികരിക്കുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, അതിനെ നള്ളിഫൈ ചെയ്യുന്ന ഓർത്തു വെക്കാം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, ഷെഡ്യൂൾഡ് ട്രൈബ് ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, മറ്റേതെങ്കിലും വിഭാഗം ആയിക്കോട്ടെ, റിസർവേഷൻ എന്ന് പറയുന്നത് 50%ലേക്ക് സുപ്രീം കോടതി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കണം. അതുപോലെ തന്നെ റിസർവേഷൻ പ്രൊമോഷൻസിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിന് മാത്രമേ ഉള്ളൂ, അത് പ്രൊമോഷന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു കണ്ടീഷനും ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇന്ത്യയിൽ ഇന്ദ്രാ സാനി ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഇന്ദ്രാ ഷോണി ജഡ്ജ്മെന്റ് ഒരുപാട് ഡിബേറ്റഡ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു റിസർവേഷൻ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ പ്രധാനമായിട്ട് ഇത് വാർത്തയിൽ വരുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ചും റിസർവേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഇത് വാർത്തയിൽ വരുന്ന ഒരു സംഭവമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പോളിസികളെയും ഗവൺമെന്റിന്റെ നയങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് കൂടിയാണ് ഇത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്.